ഗ്ലോറി ബി ടു ഗോഡ്. അതെ, നമ്മുടെ ദൈവമായ കർത്താവ് നമ്മെ അനുഗ്രഹിക്കുന്ന ദൈവമാണ്. ദൈവിക അനുഗ്രഹത്തെ തടുക്കുവാൻ ഭൂമിയിലെ ആർക്കും സാധ്യമല്ല. കാരണം കൂടാതെയുള്ള യാതൊരു ശാപവും പറ്റുകയില്ല എന്ന് നാം വേദപുസ്തകത്തിൽ വായിക്കുന്നത് പോലെ തന്നെ ദൈവത്തിൻ്റെ അനുഗ്രഹം നമ്മുടെ മേൽ ഉണ്ട് എങ്കിൽ യാതൊരു ശാപവും ഫലിക്കുകയില്ല. ആയതിനാൽ എപ്പോഴും കർത്താവിൽ സന്തോഷിക്കാം. കർത്താവ് നമ്മെ ഇനിയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. എന്നെ ശ്രവിക്കുന്ന എല്ലാ പ്രിയ ദൈവമക്കൾക്കും യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിലുള്ള എൻ്റെ സ്നേഹവന്ദനങ്ങൾ. ഈ ദിവസത്തിലും അല്പസമയ ചിന്തയ്ക്കാധാരമായി 109 സങ്കീർത്തനങ്ങൾ അതിൻ്റെ 28 വചനം നമുക്ക് വായിക്കാം. അവർ ശപിക്കട്ടെ, നീയോ അനുഗ്രഹിക്കണമേ. അവർ എതിർക്കുമ്പോൾ ലജ്ജിച്ചു പോകട്ടെ, അടിയനോ സന്തോഷിക്കും. അതെ, ഏത് സാഹചര്യത്തിലും നമുക്ക് സന്തോഷിക്കുവാൻ കഴിയുന്നുണ്ടോ? പലപ്പോഴും ചില സാഹചര്യങ്ങളിൽ നമുക്ക് സന്തോഷിക്കുവാൻ കഴിയത്തില്ല. പുറമേ നാം സന്തോഷിക്കുമായിരിക്കാം, എന്നാൽ ഹൃദയംഗമായി സന്തോഷിക്കുവാൻ കഴിയത്തില്ല. എന്നാൽ ഇന്ന് പകൽക്കാലം ദാവീദ് ഭക്തനോട് ചേർന്ന് നമുക്കും പറയാം, അടിയനോ സന്തോഷിക്കും. എന്തുകൊണ്ട്? അവർ ശപിക്കട്ടെ, നീയോ അനുഗ്രഹിക്കണമേ. ആര് ശപിച്ചാലും, ആര് ശാപവാക്കുകൾ പറഞ്ഞാലും, ആര് അമേൻ സ്തോത്രം സ്തോത്രം അമേൻ വിടക്കുന്നെണ്ണിയാലും ഹല്ലേലൂയ, നമ്മെ അനുഗ്രഹിക്കുന്ന ഒരു കർത്താവ് നമ്മോട് കൂടിയുണ്ട്. സ്തോത്രം. അതിൻ്റെ 31 വചനത്തിൽ വായിക്കുന്നു, അവൻ എളിയവനെ ശിക്ഷയ്ക്ക് വിധിക്കുന്നവരുടെ കയ്യിൽ നിന്ന് രക്ഷിപ്പാൻ അവൻ്റെ വലത്തുഭാഗത്ത് നിൽക്കുന്നു. ആരെല്ലാം ശിക്ഷ വിധിച്ച് രസിച്ചാലും ഹല്ലേലൂയ, അവരുടെ കയ്യിൽ നിന്ന് വിടുവിപ്പാൻ നമ്മുടെ വലത്തുഭാഗത്ത് നമ്മെ സൃഷ്ടിച്ച, നമ്മെ രക്ഷിച്ച, നമ്മെ ഇതുവരെയും കൊണ്ടുവന്ന, നമ്മെ നടത്തുന്ന കർത്താവ് നമ്മുടെ വലത്തുഭാഗത്ത് തണലായി എപ്പോഴും നമ്മോട് കൂടെയുണ്ട്. ആയതിനാൽ പതറിപ്പോകണ്ട, തളർന്നു പോകണ്ട. നമ്മെ കർത്താവ് അനുഗ്രഹിക്കുക തന്നെ ചെയ്യും. സ്തോത്രം. ഇവിടെ ഏത് സാഹചര്യത്തിലാണ് ഈ ദാവീദ് കാര്യങ്ങൾ പറയുന്നത്? ഒരു വചനം നമുക്ക് വായിക്കാം. അതേ അധ്യായം അതിൻ്റെ 22 വചനം. ഞാൻ അരിഷ്ടനും ദരിദ്രനുമാകുന്നു, എൻ്റെ ഹൃദയം എൻ്റെ ഉള്ളിൽ മുറിഞ്ഞിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. പലപ്പോഴും നാം മുറിയപ്പെട്ടവരാണല്ലേ? ശരീരത്തിൽ വന്ന മുറിവുകൾ മാത്രമല്ല, അത് അല്പ ദിവസങ്ങൾ കഴിയുമ്പോൾ ഉണങ്ങിപ്പോകും. എന്നാൽ ഹൃദയത്തിൽ പലവിധമായ മുറിവുകൾ പലപ്പോഴും നമുക്കുണ്ടായിട്ടുണ്ട്. അതെ, ഇന്ന് പകൽക്കാലം കർത്താവ് നമ്മോട് സംസാരിക്കുന്നു. നമ്മുടെ ഹൃദയത്തിലെ മുറിവ് കിട്ടുന്നൊരു കർത്താവുണ്ട്. വാക്കുകളാൽ മുറിവുകളേറ്റിട്ടുണ്ടോ? ശാപവാക്കുകളാൽ മുറിപ്പെട്ടിട്ടുണ്ടോ? ഭാരപ്പെടേണ്ട. നാം അരിഷ്ടനും ദരിദ്രനുമായാലും നമ്മുടെ ഹൃദയം നമ്മുടെ ഉള്ളിൽ മുറിഞ്ഞിരുന്നാലും പ്രൈസ് ദി ലോർഡ്. അതെ, അതിൻ്റെ 24 വചനത്തിൽ വായിക്കുന്നു, എൻ്റെ മുഴങ്കാലുകൾ ഉപവാസം കൊണ്ട് വിറയ്ക്കുന്നു, എൻ്റെ ദേഹം പുഷ്ടിവിട്ട് ക്ഷയിച്ചിരിക്കുന്നു. ഇത്രത്തോളം ഉപവസിച്ചിട്ടും പ്രാർത്ഥിച്ചിട്ടും ഒന്നും നടക്കുന്നില്ലല്ലോ എന്ന ഭാരത്തോടെ തളർന്നിരിക്കുന്നവരായിരുന്നാലും 25 വചനത്തിൽ വായിക്കുന്നു, ഞാൻ അവർക്കൊരു നിന്ദയായി തീർന്നിരിക്കുന്നു. അതേ, പല കാര്യങ്ങളിലും ഞാനൊരു നിന്ദിക്കപ്പെട്ടവളല്ലേ എന്ന് നാം ചിന്തിച്ച് ഭാരത്തോടെയായിരുന്നാലും നമുക്ക് കർത്താവിൽ സന്തോഷിക്കാം. ദാവീദ് പറഞ്ഞതുപോലെ, അവർ ശപിക്കട്ടെ, നീയോ അനുഗ്രഹിക്കണമേ. നമ്മെ അനുഗ്രഹിക്കുന്ന ഒരു കർത്താവ് നമ്മോട് കൂടിയുണ്ട്. പ്രൈസ് ദി ലോർഡ്. അതെ, അബ്രഹാമിനെ അനുഗ്രഹിച്ച ദൈവം, ഇസഹാക്കിനെ അനുഗ്രഹിച്ച ദൈവം, യാക്കോബിനെ അനുഗ്രഹിച്ച ദൈവം, യേശു ക്രിസ്തുവിൽ കൂടി അബ്രഹാമിൻ്റെ അനുഗ്രഹം നമുക്ക് നൽകിയിരിക്കുന്ന സർവശക്തനായ ദൈവം നമ്മോട് കൂടിയുണ്ട്. നമ്മുടെ വലത്ത് ഭാഗത്തുണ്ട്. എല്ലാ മുറിവുകളെയും കർത്താവ് പൊറുപ്പിക്കും. ഇന്ന് പകൽക്കാലം വാക്കുകളാലേറ്റ മുറിവുകളെ നമുക്ക് മറക്കാം. നമ്മുടെ കർത്താവ് നമ്മോട് കൂടിയുണ്ട്. നമ്മുടെ അവസ്ഥകൾ ഏതായിരുന്നാലും നമ്മെ അനുഗ്രഹിക്കുന്നൊരു ദൈവം നമ്മോട് കൂടെ ഉണ്ടെന്നുള്ള ഉറപ്പോടുകൂടെ നമുക്ക് മുന്നേറാം. കർത്താവ് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കാം. നമ്മുടെ അവസ്ഥകൾക്ക് സ്ഥിതികൾക്കും ദൈവം മാറ്റം വരുത്തും. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല ദിവസത്തിലും അങ്ങ് ഞങ്ങൾക്ക് നൽകിയ നല്ല ആലോചനയ്ക്കായി സ്തോത്രം. അതേ നാഥ, അങ്ങ് ഞങ്ങളെ അനുഗ്രഹിക്കുന്ന ദൈവമാണല്ലോ. കർത്താവെ, അങ്ങ് ഞങ്ങളെ
ഞങ്ങളെ സന്തോഷിപ്പിക്കുന്ന കർത്താവാണല്ലോ. നന്ദിയപ്പ, നന്ദിയോടെ വാഴ്ത്തുന്നു. അതേ നാഥ, ഹൃദയങ്ങൾ മുറിപ്പെട്ടവരായി, ആമേൻ, ഉള്ളിൽ ഹൃദയത്തിൽ മുറിവേറ്റവരായി, ആമേൻ, ഭാരത്തോടെ, വേദനയോടെ, പ്രയാസത്തോടെ, ഹല്ലേലൂയ, ആമേൻ, തല ഉയർത്തി നിൽക്കുവാൻ കഴിയാതെ വേദനയോടെ, നിന്ദയോടെ, അപമാനത്തോടെ, പല ശാപവാക്കുകൾ കേട്ട് ഭാരത്തോടെ ഇരിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരെയും എൻ്റെ ദൈവം ഇന്ന് പകൽക്കാലം ആശ്വസിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ വലത്തുഭാഗത്തുള്ളതിനാൽ നന്ദിയോടെ വാഴ്ത്തി സ്തുതിക്കുന്ന കർത്താവേ, ഹല്ലേലൂയ. കർത്താവേ, ഭൂമിയിലെ അനുഗ്രഹങ്ങൾ മാത്രമല്ല, അത് യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ എന്ന വിളി കേട്ട് ആ സ്വർഗരാജ്യത്തിൻ്റെ അവകാശം പ്രാപിക്കുവാൻ ദൈവം ഞങ്ങളെ സഹായിക്കുന്നതിനാൽ സ്തോത്രം ചെയ്യുന്നു, സമർപ്പിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. ദൈവം ഈ വചനങ്ങളാൽ നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.